നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് നൽകിയ പരാതിയിൽ അന്വേഷണം പൂർത്തിയാകാത്തതിൽ വിമർശനവുമായി ഹൈക്കോടതി. അന്വേഷണത്തിലുണ്ടായ കാലതാമസം വളരെ ഗൗരവമായി കാണുമെന്ന് കോടതി. അന്വേഷണ പുരോഗതി അറിയിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിചാരണാ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിനെതിരെയാണ് പരാതി. വിവരങ്ങൾ രേഷ്മ ബാബു നൽകും കൊച്ചിയിൽ നിന്ന്. രേഷ്മ, അതായത് ദിലീപിന്റെ ഹർജിയാണ്. എന്തായാലും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കാലതാമസം സംഭവിക്കുന്നു എന്നുള്ളത് സർക്കാരിനോട് കോടതി ചോദ്യങ്ങളായി ഉന്നയിക്കുമ്പോൾ ഇനി ഉത്തരം നൽകേണ്ടത് സർക്കാരാണ്. എങ്ങനെയായിരുന്നു ഇന്ന് കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്? രാഖി, നടി ആക്രമിച്ച കേസിന്റെ വിചാരണ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ ചോർന്നു. ഇതിലായിരുന്നു നേരത്തെ ദിലീപ് പരാതി നൽകിയത്. അതിൽ കേസെടുത്ത് അന്വേഷണമൊക്കെ തന്നെ പോലീസ് ആരംഭിച്ചിരുന്നു. പക്ഷേ അതിൽ കുറ്റപത്രമൊന്നും സമർപ്പിച്ചില്ല. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കിയതുമില്ല. ഇതിനെ തുടർന്നാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് ഈ ഹർജി പരിഗണിച്ച സമയത്താണ് ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിന് നേരെ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഈ അന്വേഷണത്തിലുണ്ടായ കാലതാമസം അതീവ ഗൗരവത്തോടെ തങ്ങൾ കാണുന്നുവെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2 മാസത്തിനുള്ളിൽ ഈ കേസിന്റെയൊക്കെ തന്നെ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയതാണ്. അതും പക്ഷേ പാഴ്വാക്കായി മാറി. അതായത് അതിൽ വാക്ക് പാലിക്കാനായിട്ട് സർക്കാരിന് സാധിച്ചില്ല എന്നുള്ള വിമർശനവും ഹൈക്കോടതി ഇന്ന് നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണ പുരോഗതി അറിയിക്കാനായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 4 കേസുകളിൽ ഇതുവരെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതൊരു ആക്ഷേപമായിരുന്നു ദിലീപ് ഉന്നയിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണ പുരോഗതി സർക്കാരിനോട് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഈ ഹർജിയിന്മേലുള്ള ഒരു അന്തിമ തീർപ്പിലേക്ക് ഹൈക്കോടതി കടക്കുക. രാഖി, ശരി രേഷ്മ.